പ്രിയപ്പെട്ടവരെ, നമസ്തേ. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാനായി ഞാൻ ദുബായിൽ പോയി. എൻ്റെ മകളും പേരക്കുട്ടികളും ഒത്ത് ക്രിസ്മസ് ആഘോഷിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ദുബായിൽ പല പ്രാവശ്യം പോയിട്ടുള്ളത് കൊണ്ട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒന്നും കാണാനുള്ള ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ മകള് പറഞ്ഞു, അപ്പൊ തിരിച്ച് തിരുവനന്തപുരത്ത് പോകുന്നതിന് മുമ്പ് നിശ്ചയമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ആണ്. അത് കാണാതെ പോകാൻ പാടില്ല. അങ്ങനെ ഞങ്ങള് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കാണാൻ വേണ്ടി പോയി. ആദ്യത്തെ ദിവസം ചെന്നു, ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസം വളരെ ബന്ധപ്പെട്ട് ടിക്കറ്റൊക്കെ സമ്പാദിച്ചു. ഞങ്ങള് ആ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കണ്ടു. അതിമനോഹരമായ ഒരു ബിൽഡിംഗ് ആണ്, ഒരു കെട്ടിടമാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. ഇങ്ങനൊരു ഡിസൈൻ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര മനോഹരമാണ്. ഒരു ഹ്യൂമൻ ഐ, നമ്മുടെ മനുഷ്യന്റെ കണ്ണിന്റെ ഷേപ്പിലാണ് ആ കെട്ടിടം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കൻ വംശജനായ ഷോൺ കില്ല എന്നൊരു ആർക്കിടെക്റ്റാണ് 1.5 വർഷമെടുത്ത് ഇതിൻ്റെ ഡിസൈൻ പൂർത്തിയാക്കിയത്. ഇതിൻ്റെ എഞ്ചിനീയറിംഗ് മുഴുവനും ചെയ്തത് ബുറോ ഹപ്ലോഡ് എന്നൊരാളുമാണ്. ദുബായിൽ പോകുന്നവർ സാധാരണ തിരിച്ചു വരുമ്പോൾ പല സോവനീഴ്സും കൊണ്ടുവരും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സോവനീർ ബുർജൽ അരബ് എന്ന 5 സ്റ്റാർ ഹോട്ടലിൻ്റെതാണ്. ഒരു പായ് വഞ്ചിയുടെ പായ്മരം ഇതിൻ്റെ ഷേപ്പിൽ ഉണ്ടായിരിക്കുന്ന അതിമനോഹരമായ ഒരു കെട്ടിടമാണ് അത്. ലോകത്തിലെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഹോട്ടലാണ് ബുർജൽ അരബ്. അത് ഡിസൈൻ ചെയ്തത് ടോം റൈറ്റ് എന്നൊരു ആർക്കിടെക്റ്റാണ്. പക്ഷെ ഇനി ദുബായിൽ പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന സോവനീർ തീർച്ചയായിട്ടും മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ അതിൻ്റെ മിനിയേച്ചർ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ഹ്യൂമൻ ഐയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ നോളജ്, അതിനെയൊക്കെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് നടുക്ക് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എന്തിനാണ് അങ്ങനെ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്? ഇനിയും അറിയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, കണ്ടുപിടിക്കേണ്ട പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കെട്ടിടം 7 നിലയാണ് ഈ കെട്ടിടത്തിൽ ആകെയുള്ളത്. അതിൽ ആദ്യത്തെ 3 നിലകളിൽ ഔട്ടർ സ്പേസ്, ഇക്കോസിസ്റ്റംസ്, ബയോ എഞ്ചിനീയറിംഗ്, ഹെൽത്ത് തുടങ്ങി ഈ വിഷയങ്ങളാണ് ആദ്യത്തെ 3 ഫ്ലോറിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത 3 ഫ്ലോറുകളിൽ ആരോഗ്യം, വെള്ളം, ഭക്ഷണം, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, എനർജി, ഈ രംഗങ്ങളിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ നേരിടാനുള്ള പുതിയ ടെക്നോളജീസ് എന്തൊക്കെയാണെന്ന് അതിൽ വിശദീകരിക്കുന്നു. ഈ കെട്ടിടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ജനാലകളൊന്നുമില്ല, പക്ഷേ ജനാലകൾ ഉണ്ടുതാനും. അതെങ്ങനെയാണ്? ദുബായിയുടെ റൂളറായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തൂം, അദ്ദേഹം പറഞ്ഞ പല വാക്കുകളും അറബിക് കാലിഗ്രാഫിയില് അതിന് ചുറ്റും എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചിരിക്കുന്നത് 3D ഷേപ്പിലാണ് വെച്ചിരിക്കുന്നത്. അത് വാസ്തവത്തിൽ അതാണ് അതിൻ്റെ ജനാലകൾ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, we might not live for 100 years, but the products of our creativity can leave a legacy long after we are gone. 100 വർഷമൊന്നും നമ്മൾ ജീവിച്ചിരുന്നു എന്ന് വരില്ല, പക്ഷെ നമ്മളുടെ ക്രിയാത്മകതയുടെ ഉൽപ്പന്നങ്ങൾ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞ് നമ്മളൊക്കെ പോയി കഴിഞ്ഞാലും ഒരുപാട് വർഷങ്ങളോളം അതിൻ്റെ പാരമ്പര്യം നിലനിൽക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് അറബിക് കാലിഗ്രാഫിയിലാണ് എഴുതിയിരിക്കുന്നത് ഇതിനു ചുറ്റും. അതാണ് അതിൻ്റെ ജനാലകൾ. ഇത് അസാധ്യമായ, അവിശ്വസനീയമായ ഒരു ഡിസൈൻ തന്നെയാണ്. ഇതിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഈ കെട്ടിടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക്
വാസ്തവത്തിൽ അത്ഭുതവും ഭയവും ഉണ്ടായി. കാരണം കണ്ടുപിടിച്ചു അടുത്ത 50 വർഷങ്ങൾ കഴിഞ്ഞ് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അതിൽ വിശദീകരിച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഒരു ഫ്ലോറിൽ ചെന്നാൽ നമുക്ക് സ്പേസിലേക്ക് ഒരു യാത്ര ചെയ്യാം. നമ്മളൊരു മുറിയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്പേസ് ഷിപ്പ് മുകളിലേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും. ചുറ്റും നോക്കുമ്പോൾ നമ്മൾ ഔട്ടർ സ്പേസിൽ കാണുന്ന കാഴ്ചകളൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ തിരിച്ച് ദുബായിൽ ലാൻഡ് ചെയ്യുന്നതും നമുക്ക് അനുഭവപ്പെടും. പിന്നെ വേറൊരു ഫ്ലോറിൽ പല പല പുതിയ കണ്ടുപിടുത്തങ്ങൾ അതൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരിടത്ത് വെച്ചിരിക്കുന്നത് ഒരു ഫുൾ മെറ്റൽ ജാക്കറ്റാണ്. 65% കോപ്പർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ഫുൾ മെറ്റൽ ജാക്കറ്റ് ധരിച്ചാൽ ഇനി വൈറസിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാം. അതായത് ഈ കോപ്പർ ജാക്കറ്റ് ധരിച്ചാൽ ഇനി കൊറോണ വൈറസിനെ ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ കാണാൻ കഴിയുന്നത് ഒരു മാസ്ക് ആണ്. ഇറ്റ് ഈസ് എ സ്മാർട്ട് മാസ്ക്. ഇറ്റ് കമ്പൈൻസ് ഫേസ് ടെക്നോളജി വിത്ത് ഇൻ്റഗ്രേറ്റഡ് ഓഡിയോ എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഒരു ഫുട്വെയർ ആണ്, ഒരു ചെരുപ്പാണ്. ബയോമെട്രിക് എവല്യൂഷണറി ഫുട്വെയർ എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അതൊരു 3D പ്രിന്റഡ് ഫുട്വെയർ ആണ്. അതിനകത്ത് സെൻസേഴ്സ് ഉണ്ട്. അത് നമ്മുടെ കാലിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് കാലിന് വേദനയൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അത് സംരക്ഷിച്ചുകൊള്ളും. പിന്നെ ഒന്നുള്ളത് ഒരു ഗ്ലൗ, ഒരു കയ്യുറയാണ്. ടെസ്ല ഗ്ലൗ. ടെസ്ല കമ്പനിയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. It is a glove for virtual reality experiences that tracks your pulse and let you feel virtual objects. പിന്നെ ഉള്ളത് ഒരു ടെസ്ല സ്യൂട്ടാണ്. ആ സ്യൂട്ട് നമുക്ക് ധരിച്ചാൽ നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റി എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് ആ സ്യൂട്ട് ധരിച്ചാൽ കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഒരു ഹോളോ ലെൻസ് ആണ്. ആ ലെൻസ് ഉള്ള ഒരു ഹെഡ്സെറ്റ് ധരിച്ചാൽ ഹോളോഗ്രാംസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ലോകം മുഴുവൻ കാണാൻ സാധിക്കും. പിന്നെ ഒന്നുള്ളത് ന്യൂറൽ ചിപ്പാണ്. അത് ന്യൂറൽ ചിപ്പ് നമ്മളുടെ ശരീരത്തിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ആൾക്കാരുമായി സംവദിക്കാൻ കഴിയും. പിന്നെ മെഷീൻസ് ഒക്കെ നമ്മുടെ ചിന്തകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഒരു പേയ്മെന്റ് ഇംപ്ലാന്റ് ആണ്. അത് ലോകത്തിലെ ആദ്യത്തെ സ്കിൻ ചിപ്പ് ഇംപ്ലാന്റ് ആണ്. ഇത് എന്തിനാണ് വെക്കുന്നത്? ഇപ്പോഴും നമുക്ക് ഡിജിറ്റൽ കറൻസി വന്നതോടുകൂടി ഇപ്പം നമുക്ക് പണമൊന്നും പോക്കറ്റിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് പോകുന്നതിൽ ഗൂഗിൾ പേ, റുപേ അല്ലെങ്കിൽ ഫോൺ പേ അതിലുപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താം, അല്ലേ? കാശ് കൊണ്ട് നടക്കണ്ട, മടിയിൽ കനമില്ലാതെ തന്നെ പോകാം. അപ്പോൾ ഇനിയും ഉള്ളത് അതിൻ്റെയും ആവശ്യമില്ല. ഈ ചിപ്പ് നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചാൽ, ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് നടത്താം. പിന്നെ അതിലും അത്ഭുതകരമായിട്ടുള്ള വേറൊന്ന് ഉള്ളത് നമ്മുടെ ലിവിങ് ടിഷ്യൂസിനെ 3D ടെക്നോളജി ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. അത് വേക്ക് ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീജനറേറ്റീവ് മെഡിസിൻ എന്നൊരു സ്ഥാപനമുണ്ട്. They are recognized as an international leader in transplanting scientific discovery into clinical therapies. അവിടെയുള്ള ലബോറട്ടറികൾ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ആൾക്കാരാണ്. അവിടെ 400ഓളം ഫിസിഷ്യൻസ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് 40 വിവിധ തരം ഹ്യൂമൻ ഓർഗൻസ് ലാബിൽ ഉണ്ടാക്കുകയാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് അവയവദാനത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും ഈ വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള ബോധം നമ്മളിൽ നന്നായി അങ്കുരിക്കും. ഇതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഇനിയും ഭയപ്പെടുത്തുന്നത് എന്താണ്? അതിനെക്കുറിച്ച് ചില ചിന്തകൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത് എന്നെ ഭയപ്പെടുത്തുന്നത് ഈ യന്ത്രവൽക്കരണമെല്ലാം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാനിടയുള്ള ജോലി നഷ്ടമാണ്. നിർമ്മിത ബുദ്ധി
യന്ത്രവൽക്കരണം ഇതെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പല ജോലികളിലും നഷ്ടപ്പെടും. ചില മേഖലകളിൽ വൻതോതിൽ ജോലികൾ നഷ്ടപ്പെടും, സംശയം വേണ്ട. ജോലി നഷ്ടപ്പെടുന്നവർക്ക് മറ്റു മേഖലകളിലേക്ക് മാറാൻ വേണ്ട യോഗ്യതാ പരിശീലനങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഒന്ന്. 2, നമ്മുടെ സ്വകാര്യതയെ ഇത് എന്തുമാത്രം അഫക്റ്റ് ചെയ്യും? നമ്മുടെ സ്വകാര്യത അത് സുരക്ഷിതമാകുമോ? അതോ എൻ്റെ സ്വകാര്യതയിൽ ഒരു വലിയ കടന്നുകയറ്റം ഉണ്ടാകുമോ? ഇതാണ് എൻ്റെ 2ാമത്തെ ഭയം. 3ാമത്തെ ഭയം ഇത് ഉണ്ടാക്കാനിടയുള്ള ഇനിക്വാലിറ്റി, അസമത്വമാണ്. ടെക്നോളജിയുടെ പ്രയോജനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടുകയില്ല. അത് സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾക്ക് കാരണമാകാം. എല്ലാവർക്കും ഒരുപോലെ പ്രയോജനങ്ങൾ ലഭ്യമാക്കുന്നത് വളരെ വളരെ ശ്രമകരമാകും. ഇനി 4ാമത്തെ ഭയം പരിസ്ഥിതിയെക്കുറിച്ചാണ്. ഇത് പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതും ഒരു പ്രശ്നമാണ്. ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് കുറയ്ക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇതോടൊപ്പം ഉണ്ടാക്കണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 5ാമത്തെ ഭയം എത്തിക്സിനെ കുറിച്ചാണ്, നീതിശാസ്ത്രത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മശാസ്ത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സദാചാര സംഹിതയെക്കുറിച്ച്. ഇതിനെയും ഇത് ബാധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, ഈ മേഖലകളൊക്കെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം, അല്ലേ? DNA ഉപയോഗിച്ച് ലോകത്തിലെ എല്ലാ മൃഗങ്ങളെയും പുനഃസൃഷ്ടിക്കാൻ ശാസ്ത്രത്തിന് കഴിയുമെങ്കിൽ മനുഷ്യനെയും സൃഷ്ടിക്കാൻ കഴിയുമല്ലോ. സ്ത്രീകൾക്ക് പ്രസവിക്കാതെ തന്നെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ ആഘാതം എന്തായിരിക്കും? അപ്പോൾ കുടുംബ ബന്ധങ്ങളൊക്കെ തകരുകയില്ലേ? ഇനി 6ാമത്തെ ഭയം ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്യാൻ പോകുന്ന ഒരു ചിപ്പിനെ കുറിച്ചാണ്. ഡിജിറ്റൽ പണമിടപാടുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇനി മറ്റേ ആപ്പുകളൊന്നും ഉപയോഗിക്കേണ്ട, എന്നാൽ അതിന് പകരം ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് ഈ ചിപ്പ് വഴി നമുക്ക് നടത്താൻ സാധിക്കും. പക്ഷേ ഒന്ന് ഓർക്കണം, പെട്ടെന്നൊരു പ്രകൃതിക്ഷോഭമുണ്ടായി, വൈദ്യുത ബന്ധങ്ങളൊക്കെ തകരാറിലായിപ്പോയി എന്ന് കരുതുക. ചിലപ്പോൾ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ തന്നെ ചിലപ്പോൾ വേണ്ടി വന്നേക്കും ഇതൊക്കെ ഒരു പുനഃക്രമീകരണം ചെയ്യാൻ, അല്ലേ? അപ്പോഴ് നമ്മുടെ ഈ ചിപ്പ് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ഭക്ഷ്യവസ്തുക്കളൊക്കെ എങ്ങനെ വാങ്ങും? ഈ അടുത്ത കാലത്ത് ജപ്പാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായി, വായിച്ചില്ലേ? ആ ഭൂകമ്പം ഉണ്ടായപ്പോൾ ചില ആൾക്കാർക്ക് അവർ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ അവരുടെ കയ്യിൽ അവരുടെ ആപ്പൊന്നും വർക്ക് ചെയ്തില്ല. കയ്യിൽ 5 പൈസയും ഇല്ല, പൈസയല്ല എണ്ണും ഇല്ല. അങ്ങനെ വന്നപ്പോൾ അവർക്കൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല, പലരും പട്ടിണി കിടന്നു എന്നാണ് പറയുന്നത്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ വൈദ്യുതി ബന്ധമില്ലാത്തത് കൊണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല, കണക്ടിവിറ്റി ഇല്ല, ആപ്പുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എത്ര വലിയ സാങ്കേതിക കുതിച്ചുചാട്ടൽ ഉണ്ടായാലും കുറച്ച് കാശൊക്കെ പോക്കറ്റിൽ നമ്മൾ സൂക്ഷിക്കുന്നത് അത്യാവശ്യം തന്നെയാണ്. അത് നമുക്ക് ഭാവിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അതിനെ നേരിടാൻ നമുക്ക് കഴിയും. റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാവുന്ന പണത്തിനൊരു പരിമിതിയുണ്ട്. ആ പണം നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനെല്ലാത്തിനും പുറമെ ഒരു വലിയ ബാക്കപ്പ് സിസ്റ്റം ഉണ്ടാക്കണം, അല്ലേ? പിന്നെ നമ്മുടെ പവർ സിസ്റ്റം ഡീസെൻട്രലൈസ് ചെയ്യണം, കണ്ടിജൻസി പ്ലാനുകൾ ഉണ്ടാക്കണം. ഇതെല്ലാമാണ് മാർഗങ്ങൾ. ഇതൊക്കെ പറയാൻ എത്ര എളുപ്പം, എന്നാൽ ഇത് പ്രയോഗത്തിൽ എത്തിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ 7ാമത്തെ ഭയം, ഒരു ടെക്നോളജിയെ മാത്രം ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും അപകടമുണ്ടാവില്ലേ? അപ്പോൾ പല പല ടെക്നോളജികൾ വേണ്ടി വരില്ലേ? ഒരു ടെക്നോളജിയെ മാത്രം ആശ്രയിച്ചാൽ ഉണ്ടാകുന്ന അപകടവും നാം തിരിച്ചറിയണം. പിന്നെ 8, ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതും അപ്രതീക്ഷിതമായ പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ അവരെ സജ്ജരാക്കുന്നതും വളരെ പ്രധാനമാണ്. പിന്നെ 9, ക്രിയാത്മകതയും മാനവിക മൂല്യങ്ങളും ഈ കുതിച്ചുചാട്ടത്തിനിടയ്ക്ക് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് പരമപ്രധാനമാണ്. ഇപ്പം തന്നെ മാനുഷിക മൂല്യച്യുതിയെക്കുറിച്ചൊക്കെ നമ്മൾക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. അതൊക്കെ ഇനിയും ഇരട്ടിക്കാനാണ് സാധ്യത. വിമർശനാത്മക ചിന്ത, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇമോഷണൽ ഇൻ്റലിജൻസ് അഥവാ വൈകാരിക ഇൻ്റലിജൻസ്, പിന്നെ ക്രിയേറ്റിവിറ്റി, ക്രിയാത്മകത, ഇതൊന്നും മാറ്റിവെക്കാനാവില്ല. ടെക്നോളജിയുടെ കുതിപ്പിനോടൊപ്പം മാനുഷിക നൈപുണ്യങ്ങളും ഹ്യൂമൻ സ്കിൽസും പരിരക്ഷിക്കപ്പെടണം. ഈ
ഭയങ്ങളാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടത്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Hello students, we hope you are thoroughly enjoying Bhavika's classes. As the academic exams are approaching, we will be wrapping up the current year's course by the end of January 24. However, we have some exciting plans for you. This will happen during the summer vacation, okay? Get ready to elevate your potential with our Elevate Civil Service Orientation Program taking place in Kasaragod, Palakkad, Kottayam and Thiruvananthapuram in the month of April. Hurry up and secure a spot by scanning the QR code, as we have very few seats available.